ഹലോ ഗൈസ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കോവയ്ക്ക കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ തീരുമാനിച്ചേ. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ റെസിപ്പി. മീൻകറിയുടെ ടേസ്റ്റിൽ കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുക്കണം. കോവയ്ക്കയുടെ കൂടെ തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുടംപുളിയും കൂടി വേണേ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉലുവ ഇടുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു അരമുറി സവാള ചേർക്കണം. അതുപോലെ തന്നെ ഒരു അരമുറി തക്കാളിയും കൂടി ചേർക്കണേ. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ആ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കോവയ്ക്കയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കോവയ്ക്ക ഒത്തിരി മൂത്ത് പോവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാമേ. തേങ്ങ അരച്ചാണ് ഈ കറി റെഡിയാക്കുന്നത്. അതിനുവേണ്ടി തേങ്ങ തിരികെ എടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 കൊച്ചുള്ളിയും 2 പച്ചമുളകും 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ആ അരച്ച പേസ്റ്റ് നമ്മുടെ ഈ കോവയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുടംപുളിയും ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടത് വറ്റിച്ചെടുക്കണം. അത് വറ്റി വരുന്ന സമയത്ത് നമ്മളിതിന് വേണ്ടി താളിച്ച് ചേർക്കണം. അതിന് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് അതിനകത്ത് അത് നല്ല മൂത്ത് കഴിയുമ്പം ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പുറത്ത് താളിച്ച് കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.